ഓക്കെ, ഗുഡ് മോർണിംഗ്. ബാക്കി എല്ലാവരും വരുമായിരിക്കുമല്ലേ? കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് കമ്പൈൻഡ് ക്ലാസ് ആയിരുന്നു. അല്ല, വിനീത് സാറ് പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈസിയിൽ ക്ലാസ്സിൽ ആരും കയറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ക്ലാസ്സിൽ ആരും കയറിയിട്ടില്ല. പിന്നെ വിളിച്ചു നോക്കുമ്പോൾ കമ്പൈൻഡ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്നൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്താ ജോഷ് എന്താ ചോദിച്ച? വോയിസ് ഓണൊക്കെ ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല. അല്ല സാറല്ലേ സ്റ്റാഫ് അഡ്വൈസർ? അതെ, നിങ്ങൾക്ക് ഞാൻ സ്റ്റാഫ് അഡ്വൈസർ. ഓക്കെ, പിന്നെ ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യട്ടെ, ജസ്റ്റ് ഒന്ന് തുടങ്ങാം. ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു അവസാന ക്ലാസ്സുകളിലേക്കാണ്, അവസാന ക്ലാസ്സുകളിലാണ് ഉള്ളത്. അതായത് 2-3 ക്ലാസ്സുകളിൽ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് തീർക്കാം. അപ്പം അവസാനം നമ്മൾ പഠിക്കാൻ പോകുന്ന വേവ്സിനെ കുറിച്ചാണ്. ഡു ഹേർഡ് അബൌട്ട് വേവ്സ്? +2 ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും വേവ്സ്. ഓക്കെ, ഫിസിക്സിലെ വേവ്സ് അവിടെ നിന്ന് കേട്ടെ. എന്താണ് സാധാരണ വേവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? വാട്ടർ വേവ്സ്, അതെ, കടലിലെ തിരമാലയൊക്കെ ഓർമ്മ വരും. വേവ്സ് അല്ലെങ്കിൽ സൗണ്ട് വേവ്സ്. പെട്ടെന്ന് നമുക്ക് വേവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന റിയൽ ലൈഫ് എക്സാമ്പിൾ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേവിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് ആദ്യം നോക്കാം. വാട്ട് ഈസ് വേവ്? സോ എക്സാക്ട് ഒരു ഫിസിക്സ് പ്രകാരം ഡെഫിനേഷൻ കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ഈസ് എ പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പോയിന്റ് ടു അതർ വിത്തൗട്ട് ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മാറ്റർ. അതായത് മാറ്ററിന് ആക്ച്വൽ മൂവ്മെന്റ് ഇല്ലാതെ വി ആർ പ്രൊപ്പഗേറ്റിംഗ് എനർജി. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് വേവിന് ഉദാഹരണമല്ല, ഫോർ എക്സാമ്പിൾ അസ്യൂം ദാറ്റ് വി ആർ ത്രോയിങ് എ ബോൾ അഗെയിൻസ്റ്റ് എ വാൾ. ഒരു വാളിന് നേരെ, ഒരു ചുമരിന് നേരെ ഒരു ബോൾ എറിയാന്ന് വിചാരിച്ചോ. വാട്ട് ഹാപ്പൻസ്? ബോൾ ഇവിടെ ചെന്ന് കൊളൈഡിയും തിരിച്ച് കൊളൈഡ് സംബന്ധിച്ച് തിരിച്ച് വരും. വാട്ട് വി ആർ ഡൂയിങ് ഹിയർ? നമ്മളിവിടെ ഒരു എനർജി, ഒരു കൈനറ്റിക് എനർജി ബോളിന് കൊടുത്തു. അത് ഈ വാളിന് റീച്ച് ചെയ്തു, ഒരു എനർജി വാളിന് ഇമ്പാർട്ട് ചെയ്തു, ആൻഡ് again returning back. Here the particle or the object in motion is really moving towards the target. ഞാനിത് പറയാൻ കാരണം വേവ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കമ്പയർ ചെയ്യാൻ പറ്റണം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇവിടെ നമ്മളൊരു സ്പീക്കർ വെച്ചു, അല്ലെങ്കിൽ അസ്യൂം ദാറ്റ് സംവൺ ഈസ് ടോക്കിംഗ് ഫ്രം ഹിയർ. നമ്മൾ ഇവിടെ നിന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഒരു സ്പീക്കർ വെച്ച് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. വാട്ട് ഹാപ്പൻ? സൗണ്ട് വേവ് വിൽ റീച്ച് ഹിയർ. നമുക്കറിയാം എക്കോ തിരിച്ചു വരും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ്? Here the particle is reaching, or the object under the motion is reaching the target and imparting energy. ഈ kinetic energy ഇവിടെ വന്ന് സപ്ലൈ ചെയ്യും in another language. In case of waves, the energy is transferring through a medium without the actual movement of matter. Actual movement of matter, ഇവിടെ മാറ്റർ മൂവ് ചെയ്യുന്നില്ല. അതായത് എയർ മോളിക്യൂൾസ് ജസ്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നു എന്നല്ലാതെ ഇവിടെ എയർ മോളിക്യൂൾസ് ഒരിക്കലും ഇവിടെ എത്തിയിട്ടല്ല സൗണ്ട് ഇവിടെ എത്തുന്നത്. Sound is propagating through medium. A disturbance is propagating through medium. So we can define waves as the propagation of energy. Propagation of energy. എനർജി അല്ലെങ്കിൽ മൊമെന്റം propagation, മൊമെന്റം ട്രാൻസ്ഫർ എന്നൊക്കെ പറയാം.
എനർജി മൊമെന്റ് ഒക്കെ പരസ്പരം കൊളാബറേറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണല്ലോ. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് എനർജി വിത്തൗട്ട് ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ. ഓക്കെ, സോ ജസ്റ്റ് വേവ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ആ ഡെഫിനിഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടി കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടത് ഡൊമിനോസ് എന്നല്ല ഇതിനെ പറയാം. അതായത് കുറേ ബ്രിക്സ് പോലത്തെ അല്ലെങ്കിൽ കുറേ ബ്ലോക്സ് അടുക്കി വെച്ചിരിക്കുന്നുണ്ടാവും. സോ ഇഫ് ഈ അപ്ലൈ എ ഡിസ്റ്റർബൻസ് ചെയ്യണം, നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇത് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് ഇങ്ങനെ മറിഞ്ഞ് വീണ് അവസാനം എവിടെയാണോ ഇതിന്റെ എൻഡ് അതുവരെ ഇത് കണ്ടിന്യൂ ചെയ്യും. ദാറ്റ് മീൻസ് ദ ഡിസ്റ്റർബൻസ് ഹിയർ ഈസ് റീച്ചിങ് ദ അതർ എൻഡ് വിത്തൗട്ട് ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ബ്ലോക്ക്. ഈ ബ്ലോക്ക് ശരിക്കും ഈ ബ്ലോക്കാണ് മൂവ് ചെയ്യുന്നത് എൻഡ് വരെ? അല്ല, മൂവ് ചെയ്യുന്നത് ഡിസ്റ്റർബൻസ് ആണ്. നമ്മൾ ജസ്റ്റ് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ആ ഡിസ്റ്റർബൻസ് ആണ് ഇവിടെ അറ്റം വരെ മൂവ് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു വേവ് മോഷൻ അല്ല, ബട്ട് വേവ് മോഷൻ ഡിഫൈൻ ചെയ്യാൻ ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലാൻ ഏറ്റവും നല്ല ഇതാണ്. It is the propagation. The disturbance is propagating through medium, propagating through this light without actual movement of matter. Okay. Here is another wave. ഇതൊരു ജസ്റ്റ് ഇതിനെ പറയുന്ന പേരാണ് പൾസ്. ദിസ് ഈസ് കോൾഡ് പൾസ്. പൾസ് ഈസ് എ വേവ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ വൈബ്രേഷൻ. ഒരു സിംഗിൾ വൈബ്രേഷൻ, അതായത് ജസ്റ്റ് ഇതൊരു ഫിക്സ് ടു എൻഡിൽ രണ്ട് എൻഡിൽ ഫിക്സ് ചെയ്ത ഒരു സ്ട്രിങ് ആണ് വിചാരിക്കുക. ഇഫ് വി പ്ലഗ് sorry okay that consider that this is the initial end. So നമ്മൾ ആദ്യമായിട്ട് ദിസ് ഈസ് ദി ഇക്വിലിബ്രിയം പൊസിഷൻ. നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പ്ലഗ് ചെയ്യുന്നു, അതായത് ജസ്റ്റ് ഒന്ന് ഒരു ടെൻഷൻ അപ്ലൈ ചെയ്യുന്നു. വാട്ട് വിൽ ഹാപ്പൻ? ദിസ് പൾസ് വിൽ മൂവ് അക്രോസ് ദിസ് സ്ട്രിങ്. ജസ്റ്റ് ഈ സ്ട്രിങ്ങിൽ കൂടി പൾസ് മൂവ് ചെയ്യും, പ്രൊപ്പഗേറ്റ് ചെയ്യും. റിയലി ഈ സ്ട്രിങ്ങിന്റെ ഒരു എലമെന്റ് ആണോ മൂവ് ചെയ്യുന്നത് ഈ എൻഡിലേക്ക്? അല്ല. ദ ഡിസ്റ്റർബൻസ് വി ആർ കോസിങ് അറ്റ് എനി പൊസിഷൻ ഓഫ് സ്ട്രിങ് ഈസ് ട്രാവലിംഗ് ത്രൂ one point to other without an actual movement. It is called a wave. So നമ്മൾ ഈ എക്സാമ്പിൾ ഒക്കെ പറയുന്ന വേവിന്റെ ഡെഫിനിഷൻ മനസ്സിലാകാൻ വേണ്ടിയാണ്. വൺ ലാസ്റ്റ് എക്സാമ്പിൾ is this using a spring. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ മൊത്തം പഠിച്ച കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ മൊത്തം പഠിച്ച സ്പ്രിംഗ് മോഷൻ, ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേഷൻ. സോ വി ആർ ടേക്കിംഗ് എ സ്പ്രിംഗ് and here this person's hand is vertically oscillating one end of spring. Consider this end of spring is fixed. This is a fixed end, and here is oscillating the another end of the spring up and down. What will happen? Here we can see that this disturbance is propagating along the medium. What is the medium here? The spring. This disturbance here is propagating along this spring up to here. So what is really moving here or propagating here? This elements of spring is not, അതായത് ഈ സ്പ്രിങ്ങിന്റെ ഒരു ഭാഗം ഇവിടെ എത്തുന്നൊന്നുമില്ല എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ. Really this disturbance or the energy of this vibration is reaching this end by propagating through this spring or by vibration of adjacent elements of this spring. So that is a wave. Or consider a situation if we are moving the other end of the spring, not vertically but in horizontal vibration. If we are moving left and right, നമ്മൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുമാണ് ഇതിനെ മൂവ് ചെയ്യുന്നത് വിചാരിക്കുക. Here also this disturbance will reach this end. So പറഞ്ഞിരുന്ന ഇത്രേ ഉള്ളൂ വേവിന്റെ ഡെഫിനേഷനാണ്. വാട്ട് ഈസ് എ വേവ്? വേവ് എന്ന് പറയുന്നത് ഒരു എനർജി ട്രാൻസ്ഫർ. നമ്മളൊരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നു, അതിന്റെ മൊമെന്റം അല്ലെങ്കിൽ അതിന്റെ എനർജി വി ക്യാൻ ട്രാൻസ്ഫർ ദാറ്റ് എനർജി വിത്തൗട്ട് ആക്ച്വൽ മൂവ്മെന്റ്. അതായത് ജസ്റ്റ് നമ്മൾ ഏത് ഒബ്ജക്റ്റിനാണോ അപ്ലൈ ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റ് നമ്മുടെ ടാർഗറ്റ് പൊസിഷനിൽ എത്തിക്കാതെ അല്ലെങ്കിൽ ഫൈനൽ പൊസിഷനിൽ എത്തിക്കാതെ വി ക്യാൻ പ്രൊപ്പഗേറ്റ് ദാറ്റ് എനർജി, ആൻഡ് സച്ച് പ്രൊപ്പഗേഷൻ ഈസ് കോൾഡ് എ വേവ്. സോ ഒന്നും കൂടി ഈ വേവിന്റെ ഡെഫിനേഷൻ പറയാണ്. Wave it is a propagation of energy from one point to other without actual movement of matter, or it is a disturbance produced in an elastic medium due to periodic vibration of particlesന്റെ vibration കാരണം ഉള്ള ഡിസ്റ്റർബൻസിന്റെ പ്രൊപ്പഗേഷനാണ് വേവ് എന്ന് പറയുന്നത്. So based on the medium in which wave is propagating, we can classify waves into two. ഏത് മീഡിയത്തിലാണോ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, നമുക്ക് ആ ബേസിസിൽ വേവ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. The first one is mechanical wave.
What is a mechanical wave? Waves which requires a medium for propagation. Mechanical waves are types of waves which requires a medium for propagation. Requires a medium. വാട്ട് ആർ ദി എക്സാമ്പിൾ? ഫിസിക്സിൽ നമുക്കൊരു കാര്യം മനസ്സിലാണെങ്കിൽ ഏറ്റവും നല്ല റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണ്. സോ വാട്ട് ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് എ സൗണ്ട് വേവ്. എക്സാമ്പിൾ സൗണ്ട് വേവ്. വെൻ വി ആർ ടോക്കിംഗ് ഓർ വെൻ വി ഹിയറിംഗ് എ സൗണ്ട്, അതായത് ഞാനിപ്പോൾ പറയുന്ന കാര്യം നിങ്ങളുടെ ഫോണിൻ്റെ സ്പീക്കറിൽ നിന്ന് നിങ്ങളുടെ ഇയറിലേക്ക് എത്തുന്നത് സൗണ്ട് വേവ്സ് വഴിയാണ്, ബൈ സൗണ്ട് വേവ്സ്. ആൻഡ് ഇറ്റ് റിക്വയർസ് എ മീഡിയം കോൾഡ് എയർ. എയർ ഇല്ലെങ്കിൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റൂല. വൈ? ബിക്കോസ് എയർ മോളിക്യൂൾസ് ആർ വൈബ്രേറ്റിംഗ് കോൺസിക്യൂട്ടീവ്ലി ആൻഡ് ട്രാൻസ്ഫറിങ് ദിസ് ഡിസ്റ്റർബൻസ് കോസ്ഡ് ബൈ ദി സ്പീക്കർ ഓഫ് യുവർ ഫോൺ, മൊബൈൽ ഫോൺ ടു യുവർ ഇയർ. നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്താണ് ചെയ്യുന്നത്? മൊബൈൽ ഫോണിന്റെ സ്പീക്കർ എന്താ ചെയ്യുന്നത്? എയർ മോളിക്യൂൾസിൽ ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഡിസ്റ്റർബൻസ് പ്രൊപ്പഗേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇയറിലേക്ക് എത്തുന്നു. ദാറ്റ് മീൻസ് sound waves requires a medium for traveling or propagation, and such waves are called mechanical wave. And another example, seismic wave. സീസ്മിക് വേവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതായത് എർത്ത് ക്വേക്കിനോട് ബന്ധപ്പെട്ട വേവാണ് സീസ്മിക് വേവ്. അതായത് ഏതെങ്കിലും ഒരു പൊസിഷനിൽ, എർത്തിന്റെ ഏതെങ്കിലും ഒരു അണ്ടർഗ്രൗണ്ട് പൊസിഷനിൽ ഒരു ഷേക്കിംഗ്, ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന സമയത്ത് ദാറ്റ് വേവ് വിൽ പ്രൊപ്പഗേറ്റ് ത്രൂ ദ സോയിൽ ഓർ ദി ലാൻഡ് ത്രൂ ദി എർത്ത്. അതായത് എർത്തിൽ കൂടി ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രെയിനൊക്കെ വരുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം, ട്രെയിൻ ദൂരത്ത് നിന്ന് വരുമ്പോൾ പോലും നമുക്ക് ട്രാക്കിൽ ടച്ച് ചെയ്താൽ അറിയാം ട്രെയിൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. വൈ? ബിക്കോസ് ആ സൗണ്ട് വേവ് ട്രാക്ക് ചെയ്താണോ മെറ്റൽ, സ്റ്റീലോ അല്ലെങ്കിൽ അയണോ, ആ മെറ്റലിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് സച്ച് സൗണ്ട് വേവ്സ് ഓർ സച്ച് വേവ്സ് റിക്വയർസ് എ മീഡിയം ഫോർ ട്രാവൽ, and waves which requires a medium for travel for propagation are called mechanical wave. And next category of waves are called electromagnetic waves. Electromagnetic waves ഒന്നുമില്ല, മെക്കാനിക്കൽ വേവ് എന്താന്ന് പറഞ്ഞു, ഒരു മീഡിയം പ്രൊപ്പഗേഷൻ, ഒരു മീഡിയം വേണ്ടതാണ് മെക്കാനിക്കൽ വേവ്. അപ്പൊ നോർമലി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്താണെന്ന് പറയാം. It is the category of wave which requires no material medium for their propagation. No material medium. What is the best example? Example, light waves. ലൈറ്റ് വേവ്സ് ആണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം മുഴുവൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിൾ ആണ്. EM സ്പെക്ട്രം എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. EM സ്പെക്ട്രം എന്നാൽ ഇറ്റ് ഈസ് സ്പെക്ട്രം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് റേഡിയോ വേവ്സ്, എക്സ്റേസ്, ഇൻഫ്രാറെഡ് ലൈറ്റ്. അപ്പൊ ജസ്റ്റ് ഒരു പാർട്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ചെറിയൊരു പാർട്ടാണ് ലൈറ്റ്. സോ ലൈറ്റ് വേവ്സ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. എന്തുകൊണ്ടാണ് ഇനി മെറ്റീരിയൽ മീഡിയം വേണ്ടെന്ന് പറയുന്നത്? ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ലൈറ്റ് വേവ്. ദ ലൈറ്റ് വേവ് ഫ്രം ദി സൺ ഈസ് റീച്ചിങ് ദ എർത്ത്. അതായത് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ വാസ്റ്റ് സ്പേസ് ആണ്, അവിടെ എയർ ഇല്ല, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ഇല്ല. പക്ഷേ എങ്കിലും ലൈറ്റ് വേവ്, സണ്ണിൽ നിന്നുള്ള ലൈറ്റ് വേവ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാറിൽ നിന്നുള്ള ലൈറ്റ് വേവ് നമുക്ക് ഭൂമി കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു സംഭവം കാണാൻ പറ്റുന്നു എന്നതിന്റെ അർത്ഥം ദ ലൈറ്റ് റീച്ചസ് ഇൻ അവർ ഐസ്. സോ വി ക്യാൻ സേ ദാറ്റ് ലൈറ്റ് വേവ് പാസസ് ത്രൂ വാക്വം. അതായത് ഒന്നുമില്ല സ്പേസ്, വാക്വം സ്പേസിൽ ലൈറ്റ് വേവ്സിന് ട്രാവൽ ചെയ്യാൻ പറ്റും. ആൻഡ് സച്ച് വേവ്സ് വിച്ച് റിക്വയർസ് നോ മെറ്റീരിയൽ മീഡിയം ഫോർ ദർ പ്രൊപ്പഗേഷൻ ആർ കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. So based on the medium of propagation, we classified the waves into two. First one is mechanical wave and second one is electromagnetic waves. And based on the direction of motion of particles in medium, നമ്മൾ ഒഴിച്ചപ്പോൾ മെക്കാനിക്കൽ വേവ്സ് ഒഴിച്ചു, മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്സ്. സോ ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ പാർട്ടിക്കിൾസിന്റെ കോൺസിക്യൂട്ടീവ് മോഷൻ, പിന്നെ വൈബ്രേഷൻ കാരണമാണ് എയർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്ത് ഒരു എയർ മോളിക്യൂൾ മറ്റൊരു മോളിക്യൂളിലേക്ക് ഈ വൈബ്രേഷൻ എനർജി ട്രാൻസ്ഫർ ചെയ്താണ് നമ്മുടെ ഇയറിലേക്ക് എത്തുന്നത്. സോ ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി മീഡിയത്തിലെ പാർട്ടിക്കിൾ എങ്ങനെ
വൈബ്രേറ്റ് ചെയ്യുന്നു, ആ ഡയറക്ഷൻ ബേസ് ചെയ്ത് വി ക്യാൻ ക്ലാസിഫൈ ദ വേവ്സ് ഇൻ ടു. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്വേഴ്സ് വേവ്. Transverse wave. When the particles of medium vibrates in a direction perpendicular to propagation of wave. അതായത് വേവ് എങ്ങോട്ടാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് സ്ട്രിങ് അണ്ടർ ടെൻഷൻ. അതായത് നന്നായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന വേവ്സ്. ഉദാഹരണത്തിന് എന്താ പറയുക, ഇപ്പം നമ്മളൊക്കെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാനിടറില്ല, ഉണങ്ങാൻ വേണ്ടി വെയിലത്തിടാറുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഹയ കെട്ടിയിടും, അതായത് കയറ് വലിച്ചു കെട്ടിയിട്ട് അതിലാണ് വിരിച്ചിടാറ്. സോ നമ്മൾ ആ കയറിന്റെ അറ്റത്ത് ജസ്റ്റ് വെർട്ടിക്കൽ ഓസിലേഷൻ കൊടുക്കുകയാണ്, താഴോട്ട് വലിച്ചു പിടിക്കുക, അല്ലെങ്കിൽ താഴോട്ടും മുകളിലോട്ടും വലിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യും. അതായത് നമ്മൾ ഏതാ, ഇറ്റ് വിൽ പ്രൊപ്പഗേറ്റ് ടു അതർ എൻഡ്, മറ്റേ അറ്റത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും. ആൻഡ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എലമെന്റ് വി ആർ. പക്ഷെ നമ്മൾ പിന്നെ അതായത് വെർട്ടിക്കൽ ഫോഴ്സ് കൊടുക്കുന്ന എലമെന്റിന്റെ മോഷൻ എങ്ങോട്ടാണ്, നമ്മളൊരു വെർട്ടിക്കൽ ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. ബട്ട് ദ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് along the string. So we can say the particles of medium, ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്താണ്, ഈ സ്ട്രിങ് ആണ്. സോ വി ക്യാൻ സേ ദിസ് എലമെന്റ് ഓഫ് സ്ട്രിങ് ഓർ ദി പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അല്ലെങ്കിൽ ഞാൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും കൂടി ഡിഫൈൻ ചെയ്ത ശേഷം കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, സോ അതാണ് ട്രാൻസ്വേഴ്സ് വേവ്. ബെസ്റ്റ് എക്സാമ്പിൾ വേവ്സ് ഇൻ സ്ട്രിങ്സ് ആണ്, വേവ്സ് ഇൻ സ്ട്രിങ്. ഓക്കെ, next one is longitudinal wave. When the particles of the medium vibrates in a direction which is parallel to the direction of propagation of wave is called longitudinal wave. അതായത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് അതേ ഡയറക്ഷനിൽ തന്നെ ആ ഡയറക്ഷന് പാരലായിട്ടാണ് മീഡിയം പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം, നമ്മുടെ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നെങ്കിൽ സച്ച് വേവ്സ് ആർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. പാരലൽ ടു propagation of wave. Example, sound waves and waves in a stretched spring. String alla, waves in a stretched spring. Waves in a stretched spring. ഓക്കെ, ഇത് രണ്ടും ഒന്നും ക്ലാസിഫൈ ചെയ്യാൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ട സ്ലൈഡിലുണ്ട്. ഓക്കെ, ഹിയർ. ഓക്കെ, സോ കൺസിഡർ ദിസ് സെക്കൻഡ്. നമ്മൾ അടിയിലത്തെ പിക്ചർ നോക്കുക. ഇവിടെ എന്താ ചെയ്യുന്നത്, ദിസ് പേഴ്സൺ, ഈ എൻഡിലുള്ള ആള് വെർട്ടിക്കൽ ഓസിലേഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത് ഈ സ്പ്രിങ്ങിന്റെ ഒരറ്റത്ത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം, അതായത് ഈ സ്പ്രിങ് ആണല്ലോ, അതായത് ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മീഡിയം ഈ സ്പ്രിങ് ആണ്. ആ സ്പ്രിങ്ങിലെ എലമെന്റ് വേവ് പ്രൊപ്പഗേഷൻ ഈ ഡയറക്ഷനിലാണല്ലോ, വേവ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്നു. ആൻഡ് സച്ച് വേവ്സ് ആർ കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ ഇയാള് ചെയ്യുന്ന ഈ പേഴ്സൺ ചെയ്യുന്നത്, he is applying a vibration or disturbance which is parallel to the direction of, ഇത് ജസ്റ്റ് പാരലൽ ആയിട്ട് അതേ ഡയറക്ഷനിലാണ് ഡിസ്റ്റർബൻസ് കൊടുക്കുന്നത്. സോ വാട്ട്, ദി പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം they are vibrating direction which is parallel. അതായത് ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഈ പ്രൊപ്പഗേഷൻ പാരലൽ ആയിട്ടാണ്. കൺസിഡർ ദാറ്റ് ഒരു കംപ്രഷൻ റീജിയൻ ഉണ്ടാവുന്നു. There is a compression region and we know that this is a rare field region. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട സാധനമില്ല, പക്ഷെ പഠിക്കേണ്ട സാധനങ്ങളല്ല റെയർ ഫീൽഡ് റീജിയൻ. പക്ഷെ ജസ്റ്റ് പറയുന്നുണ്ട്, സൗണ്ട് വേവ്സിന് ഇതുപോലൊക്കെ തന്നെയാണ്. സോ കോൺസിക്യൂട്ടീവ് ആയിട്ട് റെയർ ഫീൽഡ് റീജിയനും കംപ്രഷൻ റീജിയനും മാറി മാറി വരും. ദാറ്റ് മീൻസ് എലമെന്റ് ഓഫ് സ്പ്രിങ്, ഈ സ്പ്രിങ്ങിലെ എലമെന്റ് ഇറ്റ് ഈസ് വൈബ്രേറ്റിംഗ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓർ ഇറ്റ് ഈസ് വൈബ്രേറ്റിംഗ് പാരലൽ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. സോ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണ്. എന്താണ് ഈ സ്പ്രിങ്,
വേവ്സിനെ സ്ട്രെച്ച്ഡ് സ്പ്രിങ് വെച്ച് നമുക്ക് ഇതിനെ രണ്ടിനും ക്ലാസിഫൈ ചെയ്യാം. അതായത് when the medium of particles vibrate perpendicular to the propagation of waves, such waves are called transverse wave. When the medium of particle vibrate parallel to the direction of propagation of wave, they are called longitudinal waves. Okay. സോ നമ്മൾ വേവ്സിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞാൽ വേവ്സിന് നമ്മൾ എന്താ വേവ്സ് എന്ന് പഠിച്ചു. അതൊരു വേവ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഡിസ്റ്റർബൻസ് ആക്ച്വൽ ഒരു മാറ്റർ, അതായത് ഒബ്ജക്റ്റ് മൂവ് ചെയ്യാതെ തന്നെ ഒരു മീഡിയത്തിൽ കൂടി നമുക്ക് ഡിസ്റ്റർബൻസിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, വേറൊരു പോയിന്റിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എത്തിക്കാം, എനർജി ട്രാൻസ്ഫർ ചെയ്ത് എത്തിക്കാമെങ്കിൽ സച്ച് പ്രൊപ്പഗേഷൻ ഓർ സച്ച് മോഷൻ ഈസ് കോൾഡ് എ വേവ്. And based on the medium in which travel, we classified into two types of waves. First one is material wave and second one is mechanical wave, and second one is EM waves or electromagnetic waves. And based on the propagation of direction of motion of particle, we classified into two: transverse wave and longitudinal wave. Now we are defining a general form of wave motion or general occasion for a wave motion. General form of wave motion. Sorry. Okay. Consider a pulse wave. അതായത് നമ്മളിപ്പം കൺസിഡർ എ പൾസ് വേവ്. നമ്മളൊരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ഒരു പൾസ്, ഒരു സിംഗിൾ പൾസ് ഒരു എൻഡിൽ നിന്ന് ഒരു സിംഗിൾ ഡിസ്റ്റർബൻസ് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. വാട്ട് വിൽ ഹാപ്പൻ? ഈ പൾസ് അക്രോസ് സ്ട്രിങ് അല്ലെങ്കിൽ അക്രോസ് ദി മീഡിയം ഈ പൾസ് ട്രാവൽ ചെയ്യും. What is a pulse? A pulse is a wave which consists of a single disturbance and that moves through medium with a constant amplitude. നോക്കിക്കേ, ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ് ആൻഡ് ഷേപ്പ് ഈസ് എ കോൺസ്റ്റന്റ്. അതായത് ഈ വേവിന്റെ ഷേപ്പ് മാറുന്നില്ലേ, എത്രത്തോളം ഡിസ്റ്റൻസ് സഞ്ചരിച്ചാലും അല്ലെങ്കിൽ എത്രത്തോളം ടൈം കഴിഞ്ഞാലും ഈ വേവിന്റെ ഷേപ്പ് മാറുന്നില്ല. സോ വി ആർ ടേക്കിംഗ് എ സിംഗിൾ പൾസ്, ഒരു സിംഗിൾ പൾസ് റെഫറൻസ് ആയി എടുത്തുകൊണ്ട് വി ആർ ഡിഫൈനിങ് എ ജനറൽ ഫോം ഓഫ് വേവ് മോഷൻ. ഓക്കെ, we are taking a single pulse here and we are assuming that it is this at this position at some time, initial time 0. Let's say that at initial time t equal to 0, this is a single, the pulse is at this position, and assume that this pulse is moving with v or the disturbance is moving with a velocity v. നമ്മൾ കൊടുക്കുന്ന ഡിസ്റ്റർബൻസ് ഒരു വെലോസിറ്റി വി അല്ല മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൾസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് വി, അത്രമാത്രം അറിഞ്ഞാൽ മതി. ആൻഡ് ആഫ്റ്റർ ടൈം ടി, ആഫ്റ്റർ ദി ടൈം ടി വാട്ട് ഹാപ്പൻ? നമ്മൾ കഴിഞ്ഞൊരു ആനിമേഷൻ പോലെയുള്ള പിക്ചറിൽ അല്ല ജിഫ് ഇമേജിൽ കണ്ടു. വാട്ട് ഹാപ്പൻസ്? ഈ പൾസ് മൂവ് ചെയ്യും, പൾസ് മുമ്പോട്ട് മൂവ് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ റീച്ച്, and consider that it will reach a position here. Let this be the position x. And what is u? U at xt. U means the vertical displacement of particle. അതായത് നമ്മൾ പഠിച്ചില്ല, അതായത് സ്ട്രിങ്ങിൽ കൂടി ഒരു പൾസ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഇപ്പൊ ഈ പൾസ് സ്ട്രിങ്ങിലെ മൂവ് ചെയ്യുന്നല്ലോ, അപ്പം അറ്റ് സം ഡിസ്റ്റൻസ് എക്സ് ഓർ അറ്റ് സം ടൈം ടി, what is this vertical displacement of this element of string? That is the function or that is the term represented by this u of xt. And we are assuming that this pulse does not change the shape, അല്ലെങ്കിൽ ഈ പൾസിന് ഒരു കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്, അതായത് ഈ പൾസ് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല. സോ we are saying that the shape of the pulse is some f of x, and here also the shape of pulse is f of xt. So we can say the vertical displacement at time t and at position x can be represented as
എഫ് ഓഫ് എക്സ് ടി ഈ ഷേപ്പാണ് ഡിഫൈൻ ചെയ്യുന്നത്, അതായത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയുണ്ടെന്ന്. ഈ വൈ നമ്മളൊരു ഈ യു എഫ് എക്സ് ടിക്ക് എഫ് ഓഫ് എക്സ് ടി എന്ന ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? കാരണം ഈ പൾസ് ഏത് ഫംഗ്ഷൻ, മേ ബി ദ പൾസ് മേ ബി സിനുസോയിഡൽ ഫംഗ്ഷൻ പൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ക്വയർ വേവിന്റെ ഒരു സിംഗിൾ പൾസ് ആയിരിക്കാം, ട്രയാങ്കുലർ വേവ് ആയിരിക്കാം. സോ വി it can be any arbitrary pulse. We are assuming that it is in the form of f of xt, and we are saying that at time u of xt, the pulse have a shape f of xt, and what is the distance moved by this pulse in time t? ഇത് ടൈം 0 ആണെങ്കിൽ ടൈം t എടുക്കുമ്പോഴത്തേക്ക് ഇത് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവും? vt. We know distance x equal to velocity can be defined as x by t, so we can write distance x equal to vt എന്ന ഡിസ്റ്റൻസ് മൂവ് ചെയ്തു ടൈം t ഉണ്ട്. And there is a point that the shape of the pulse does not change, അതായത് ഈ പൾസിന്റെ ഷേപ്പ് മാറുന്നില്ല. So we can write f of what is this position, let this position be some x dash, and it is given by x minus vt. If this is the position x, and this position is given by x minus vt, so we can write f of x minus vt. Or generally we can write the vertical displacement of a particle in a medium in which a single pulse is moving can be represented with a function of x and vt. Or consider that the pulse is moving in this direction. നമ്മളിപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിസിലാണ് പൾസ് മൂവ് ചെയ്യുന്നതാണ് കൺസിഡർ ചെയ്തത്. കൺസിഡർ ദാറ്റ് പൾസ് ഈസ് മൂവിംഗ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. വി ക്യാൻ റെപ്രസെന്റ് ദ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ എലമെന്റ് ഓഫ് medium, അല്ലെങ്കിൽ what is the vertical displacement of a particle of medium in which the single pulse wave is propagating as f of x plus vt. ഓക്കെ, ഇത് പറഞ്ഞു കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇത് വായിച്ചു വരും 4-5 പ്രാവശ്യം വായിച്ചുമ്പോൾ പിന്നെയും കൺഫ്യൂഷൻ വരുന്നൊരു സാധനമാണ്. സോ ഇപ്പൊ പറഞ്ഞത് മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾ നോട്ടും ടെസ്റ്റ് ഒക്കെ എടുത്ത് വായിക്കാം, ഡൗട്ട് ചോദിക്കാം. സിംഗിൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, പൾസിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല ഇവിടെ എത്തുമ്പോൾ. സോ വി ക്യാൻ റൈറ്റ്, സോ ഈ സെയിം ഷേപ്പ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ എത്തിക്കഴിഞ്ഞാലും ഇതിന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിന് സെയിം ഷേപ്പ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അങ്ങനെയാണ് ഈ ഇക്വേഷൻ എഴുതുന്നത്. Okay. So now we are considering a wave which is traveling in positive x direction. Positive x direction മൂവ് ചെയ്യുന്നൊരു വേവ് കൺസിഡർ, ഒരു പൾസ് വേവ് കൺസിഡർ ചെയ്യാണ്. ആൻഡ് നമ്മളൊരു ജനറൽ ഫോമിൽ നിന്ന് കിട്ടി, if it is traveling in positive x direction, the vertical displacement of wave can be represented as u of xt equal to f of x minus vt. Differentiate with respect to x. Dou u by dou x, partial differentiation. What happens? It is equal to dou f by dou x into dou by dou x of the component inside this. സാധാരണ ഡിഫറൻസിയേഷൻ ആണ് അറിയാം. That is equal to dou f by dou x, that is equal to f dash x minus vt. Okay. Similarly, dou square u by dou x square equal to f double dash x minus vt. Take this as equation 1. ഇത്ര സ്പീഡിൽ ചെയ്തു പോകാൻ കാരണം ഇത് സിമ്പിൾ കാരണം എഫ് എന്ന് പറയുന്നത് എക്സിന്റെയും ഇടിയുടെയും ഫംഗ്ഷൻ ആണ്. സോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇതിനെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിനുള്ളിലെ ടേംസിനൊന്നും ഡിഫറൻസിയേഷനും പോകില്ല, കാരണം വീണ്ടും ടീം പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. ഇത് 0 ആയി പോകും. ആൻഡ് എക്സ് ആണ് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളത്, അത് 1 ആയിട്ടും പോകും. സോ വി ക്യാൻ directly write dou square u by dou x square equal f double dash x minus vt. And now differentiate with respect to t. What happened? It is dou f by dou t into dou by dou t of x minus vt. That is f dash of x minus vt
into minus v. Differentiating dou x by dou t is 0 and dou by dou t of minus vt. Here dou by dou t of minus vt is minus v. That's equal to minus v f dash x minus vd. Okay, so we're equal to similar differentiating we get v square into f double dash x minus vd. Compare equation 1 and 2. Equation 1 and 2 compare. What do you get? ഇവിടെ നമുക്കൊരു കോമൺ ടേം ഉണ്ട് എഫ് ഡബിൾ ഡാഷ് എക്സ് മൈനസ് വി. സോ വി ആർ ടേക്കിംഗ് അത് കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ആൻ ഇക്വേഷൻ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 by v square dou square u by dou t square. സോ ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് മാത്തമാറ്റിക്കൽ റീഅറേഞ്ച്മെന്റ് ആണ്. അത് കൂടുതൽ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. സോ ഫ്രം ദിസ് ടു ഇക്വേഷൻ വി ഗെറ്റ് എ second order partial differential equation which is called wave equation, one dimensional wave equation. One dimensional wave equation. Okay, this is the second order differential with spatial coordinate x, and this is the second order differential with respect to time. And we know what is v. V is the velocity of wave. Our first assumption അതായിരുന്നു, കൺസിഡർ ദാറ്റ് വേവ് ഈസ് ട്രാവലിംഗ് അറ്റ് എ വെലോസിറ്റി v. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വേവ്സിനെ കുറിച്ചായിരുന്നു. വേവ്സ്, വാട്ട് ഈസ് കോൾഡ് എ വേവ്. വേവ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ വേവ്? വേവ് ഈസ് എ propagation of a disturbance അല്ലെങ്കിൽ propagation of energy or momentum without actual movement of matter, and based on the medium in which wave is traveling we classified wave into two: mechanical wave and electromagnetic waves. And we look on some real life examples like sound waves, light waves, and based on the direction of vibration or direction of motion of the particles in a medium we classified waves into two: transverse wave and longitudinal waves. And using a single pulse wave propagating through a medium we reached at a general form of wave motion. And from that general form of wave motion, by partial differentiating with respect to spatial coordinate x and time t, we reached the one dimensional wave equation, which is given by dou square u by dou x square equal to 1 by v square dou square u by dou t square, where v is the velocity. ഓക്കെ, അപ്പം ഇപ്പൊ ഈ വേവിന്റെ സിംഗിൾ പൾസ് വേവ് ട്രാൻസ്മിഷനൊക്കെ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നോട്ടിൽ തന്നിട്ടുള്ളതൊക്കെ വായിച്ചു നോക്കുക, മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കുക. പിന്നെ നമ്മളിപ്പോൾ പഠിച്ച വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്നും അറിയില്ലെങ്കിൽ ജനറൽ ഫോം ജസ്റ്റ് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് വി ടി എന്ന് എഴുതിയിട്ട് ജസ്റ്റ് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ തന്നെ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ കിട്ടും. അതെ, ഇനി പഠിക്കാൻ 3 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 2 ക്ലാസ് കൊണ്ട് ഈ മൊഡ്യൂൾ തീരുമെന്ന് തോന്നുന്നു. ഓക്കെ, അസൈൻമെന്റ് ഒക്കെ എല്ലാവരും ചെയ്യും, തിങ്കളാഴ്ചത്തേക്ക് വെച്ചാൽ മതി. ഓക്കെ, അസൈൻമെന്റിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എൻ്റെ പേഴ്സണൽ നമ്പറൊക്കെ ഉണ്ടല്ലോ, ഒന്നെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം, എനിക്കുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കണം എന്നുള്ളവർക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ചോദിക്കാം. ഒന്നും ചോദിക്കാൻ മടി തോന്നേണ്ട ആവശ്യമില്ല. പിന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒക്കെ പറഞ്ഞോളൂ കേട്ടോ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കാരണം വെറുതെ ക്ലാസ് എടുത്തിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഓക്കെ, എന്നാ പിന്നെ അറ്റൻഡൻസ് പറഞ്ഞ. അനസ് റോഷൻ, അനശ്വർ സുരേന്ദ്രൻ, പ്രസന്റ് സാർ. അനുഗ്രഹ്, പ്രസന്റ് സാർ. അശ്വന്ത്, പ്രസന്റ് സാർ. ധ്യാൻ, പ്രസന്റ് സാർ. ഫാത്തിമ നദ, Present, sir. സഫ. Present, sir. ഓക്കെ, സന. Present, sir. അല്ല, ഒരുപാട് പേര് അറ്റൻഡൻസ് എടുക്കാനാകുമ്പോഴത്തേക്കൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. ജ്യോതിഷ്, Present, sir. കൈലാസ് നാഥ്, പ്രസന്റ് സാർ. മുഹമ്മദ് മുഹമ്മദ് ഫാറൂഖ്,
ഓക്കെ. നീഹ ഷിരിൻ. Present, sir. നിഖിൽ ദാസ്. Present, sir. നിഖിൽ പി ഇല്ലല്ലോ. പ്രണവ് രാജ്. Present. സായന്ത്. Present. ഓക്കെ. അപ്പൊ ആകെ മുഹമ്മദ് മുവാദ് ഫറൂഖേ ഉള്ളൂ, ഇല്ലാതെ ഉള്ളൂ അല്ലെ. ഈ രാഹുൽ സാറൊക്കെ പറഞ്ഞു നിങ്ങൾക്കൊരു പ്രോബ്ലം എന്നിട്ട് ഇടയ്ക്ക് വെച്ചൊക്കെ അറ്റൻഡൻസ് എടുത്തോളാനാണ്. അപ്പൊ ഇനി മുതൽ അങ്ങനെ എടുക്കേണ്ടി വരും എന്ന് തോന്നുന്നു. കാരണം അറ്റൻഡൻസ് എടുക്കാനാകുമ്പോഴത്തേക്ക് കുറെ ആൾ ജോയിൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഓക്കെ, എന്നാൽ കുഴപ്പമില്ല. താങ്ക് യു വെരി മച്ച്.